എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. അതിനായി 200 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ചെറുപയർ വറുത്തെടുക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുപയർ കുറച്ച് സമയം ഇതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ ചെറുപയർ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അമ്മിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ ചെറുപയർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറത്തിലിട്ട് നന്നായി അതിൻ്റെ തൊലി കളയാം. നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എടുത്ത് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം 1 ലിറ്റർ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അരച്ചെടുത്ത ചെറുപയർ പരിപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിടി പച്ചരി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടും എല്ലാം കൂടെ നന്നായി ഇളക്കാം. നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുപ്പത്ത് ഒരു അരമണിക്കൂർ വേവിക്കാൻ വെക്കാം. പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വറവിടാം. ഇതിനായി സ്റ്റൗ ഓണാക്കി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ മുറിച്ച് വെച്ച തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമുക്കിത് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. വഴറ്റി വരുന്ന സമയത്ത് അണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പായസത്തിലേക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.